ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. ഒരു സാധനം, അതായത് ഒരു ഫ്രാഞ്ചൈസ്, അത് കുറച്ച് പഴകിയതാണ്, എന്നിരുന്നാലും അതിൻ്റെ വീര്യം കൂടുതലാണ്. അതാണ് ദൃശ്യം ഫ്രാഞ്ചൈസ്. അതിൻ്റെ 3ാം പാർട്ട് ദൃശ്യം 3, അതിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അവർ. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലാലേട്ടൻ വീണ്ടും എത്തുന്നു. ആ ഒരു ജോർജ് കുട്ടി കിളി പാറിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് ജിത്തു ജോസഫ് സംവിധാനത്തിൽ ആശീർവാദ് സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വാ. പെൻ സ്റ്റുഡിയോസ്, പനോരമ സ്റ്റുഡിയോസ്, കുറെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ആശീർവാദ് സിനിമാസ്, കാറ് മുങ്ങിപ്പോണൊക്കെ ഉണ്ട്. കാളിങ് പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുമ്പാവൂർ. ബാഗ് റിട്ടൺ ആൻഡ് ഡയറക്ടർ ജിത്തു ജോസഫ്. മോഹൻലാലിൻ ദൃശ്യം. ലുക്ക് ചെറുതായിട്ടൊന്ന് മാറിയതുപോലെ ഉണ്ടല്ലേ, ചെറുപ്പമായതുപോലെ ഇരിക്കുന്നു അല്ലേ. The past never stays silent. Asharwad Cinemas in cinemas worldwide from 2nd April 2026. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി 2026 ദൃശ്യം 3 റിലീസ് ചെയ്യാൻ പോകുന്നത്. ജിത്തു ജോസഫാണ് സംവിധാനം. ആശീർവാദ് സിനിമാസിൽ ആന്റണി പെരുമ്പാവൂറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാഗ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതേപോലെ ധ്യാനത്തിനോ അല്ലെങ്കിൽ ഇനി ബാഗിലാണ് അടുത്ത ആളെ കൊന്നുവല്ല ഇട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ക്യാമറ CCTV കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ വിഷ്വൽസും കാര്യങ്ങളും കുറച്ച് ഡീപ്പായിട്ടുള്ള സീൻസുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റിയലി ഒരു വലിയൊരു ആൻറ്റിസിപ്പേഷൻ മൂവി തന്നെയാണ് ദൃശ്യം 3. ലാലേട്ടൻ ഒരു കിടിലൻ ഫ്രാഞ്ചൈസ്, അല്ലെങ്കിൽ ജിത്തു ജോസഫ് അതൊരു കിടിലൻ ഫ്രാഞ്ചൈസ് മലയാള സിനിമയ്ക്ക് നൽകി. അത് ഒട്ടേറെ ഭാഷകളിൽ റീമേക്ക് ചെയ്തു. ആൻഡ് ഇപ്പം ദൃശ്യം 3 ഹിന്ദി അനൗൺസ്മെൻറ്റ്, റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 2 അങ്ങനെയാണോ അല്ലേ. കാരണം ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഒറിജിനൽ കഴിഞ്ഞാലേ അവർക്ക് റീമേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോയി. അല്ലെങ്കിൽ അവർ നേരത്തെ ഇറങ്ങുവാൻ, കാരണം നേരത്തെ അവർ റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് തലവര മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ജോർജ് കുട്ടി ഒരു 50 കോടി നേടുമ്പോൾ, ജോർജ് കുട്ടിയുടെ ആ 2ാം വരവ് വരുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതൊരു OTTയിലേക്ക് മാറി. കൊറോണയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം അത് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും OTTക്ക് പോകേണ്ട ഒരു അവസ്ഥ വരില്ല, തിയേറ്ററിൽ തന്നെ ഇറക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇറക്കാനും തിയേറ്ററിൽ തന്നെ പോയി കാണാനുമാണ് ആഗ്രഹിക്കുന്നതും കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ജിത്തു ജോസഫ് ഇതും കൂടെ ആ ഒരു ഹൈപ്പിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ആ ഫേവറിസം ഇതിലും കൂടെ കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും അതൊരു നല്ലൊരു രീതിയിലൊരു കളക്ഷൻ സിനിമയ്ക്കും കിട്ടും, ആ ഒരു ഫ്രാഞ്ചൈസിനും കിട്ടും. ഇനി ഇതിൻ്റെ റീമേക്ക് എടുക്കാൻ പോകുന്ന മറ്റ് ലാംഗ്വേജസിലുള്ള സിനിമകൾക്കും കിട്ടുമെന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ലാലേട്ടൻ വീണ്ടും ഇതുമായിട്ട് കൊണ്ടുവരിക. ലാലേട്ടൻ്റെ ഈ ലാലേട്ടനെ കണ്ടപ്പോൾ അതിൽ ഇത് കുറച്ച് ഏജ് കുറഞ്ഞ പോലെയും തോന്നിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയുക, വയസ്സായി അല്ലെങ്കിൽ ഒരു ക്ഷീണിച്ച ഒരു ലുക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംതിങ് ഫിഷിയാണ് കുറച്ചുകൂടെ എന്നാണ് ജിത്തു ജോസഫ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്തതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇതിലുണ്ട്, കുറച്ചുകൂടെ സ്റ്റോറി വൈസ് മാറിപ്പോകുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിലെങ്ങനെയാണ് എന്താണെന്നൊക്കെ കണ്ടിരിക്കാൻ മലയാളി പ്രേക്ഷകരെ പോലെ എന്നും ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. എന്താണ് സിനിമയിൽ ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്, ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരിക്കും, കൂടെ മീനായും മക്കളുടെയും അഭിനയങ്ങൾ എങ്ങനെയായിരിക്കും, ആ ഒരു സിറ്റുവേഷൻസ് ഹൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മുമ്പ് ആ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു ടീസർ പോലെ എന്തെങ്കിലും ഇറക്കി വിടുമ്പോൾ അതിൻ്റെ ഹൈപ്പ് എക്സ്ട്രീം ആകും, അതിൽ ആ ഒരു സംശയം വേണ്ട. അപ്പം ഫസ്റ്റ് ഡേ തന്നെ ഒരു നല്ലൊരു കളക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് ദൃശ്യം 3. ആൻഡ് അതിൻ്റെ ആ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ ആ ഒരു പവർ അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ആ ദൃശ്യം 3ക്ക് ഫസ്റ്റ് ഫുൾ പോസിറ്റീവ് റിവ്യൂസും കൂടെ വരുവാണെങ്കിൽ പിന്നെ പിടിച്ചാൽ നിൽക്കില്ല. ആൻഡ് എനിക്കൊരു ഏപ്രിൽ ടൈമിലൊക്കെ ആയിരുന്നു ഓണം വരുന്നത്. എല്ലാം ഓണം റിലീസ് ഒരുപാട് വേറെയും ഉണ്ട്. അയാം ഗെയിം, ഖലീഫ, പിന്നെ വേറെ മറ്റ് ചിത്രങ്ങളിലൊക്കെ ഇതേപോലെ ഓണം ടൈമിലൊക്കെ സിനിമകൾ വരുന്നുണ്ട്. എല്ലാവരും ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഓണവും ബമ്പർ അടിക്കുമെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും. കാരണം ഓണത്തിന് ഒരുപാട് സിനിമകളുണ്ട്, അതും വലിയ നടന്മാരുടെ പടങ്ങൾ തന്നെ. അത് ഖലീഫയിലൊക്കെ മോഹൻലാലിൻ്റെ
സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ സിറ്റുവേഷൻസും വരുന്നുണ്ട്. ഐ ആം ഗെയിം ദുൽഖർ വളരെ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് എത്തുന്നു, അത് ഓണത്തിന് എത്തുന്നു. നിഹാസ് ഹിദായത്താണ് സംവിധാനം ചെയ്യുന്ന ഒരു കിടിലൻ സ്പോർട്സ് ബേസ്ഡ് ആക്ഷൻ പരിപാടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മൊത്തത്തിൽ ദൃശ്യത്തിൻ്റെ ഈ ഒരു ഗ്ലിംസ് കൊള്ളാം. ഒരു എന്താ പറയുക, ഒരു നിഗൂഢത നിറഞ്ഞിരിപ്പുണ്ട്. ബാഗ്, CCTVയും കാര്യങ്ങളും, പിന്നെ സംശയാസ്പദമായ മുഖങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയൊരു ഗ്ലിംസാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ April 2, മറ്റേത് August 2 ധ്യാനത്തിന് പോയത്. ഇനി April 2 വേറെ വല്ല ധ്യാനത്തിനും പോയതാണെന്ന് പിടിയില്ല, കണ്ടറിയാം. ചിലപ്പം കാരണം ഡേറ്റ് ഉണ്ട്, 2 ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി April, August ഒന്ന് മാറ്റി വല്ലതും പറയാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്ന് എനിക്കറിയില്ല. കണ്ടപാട് ആ ഒരു പോസിബിലിറ്റീസ് തള്ളിക്കളയാനും കഴിയില്ല. അപ്പോൾ മിക്കവാറും ഇതായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കണ്ടറിയാം ദൃശ്യം 3ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പോസിറ്റീവാണോ നെഗറ്റീവാണോ വരുന്നത്, അല്ലെങ്കിൽ ഈ രണ്ടും ദൃശ്യവും ദൃശ്യം 2ഉം കഴിഞ്ഞതുപോലെ ഇത്രയും ഒരു ഫുൾഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇതിലും തരുമോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത ഗൈസ്. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു വരും.